ദൈവനാമം മഹത്വപ്പെടട്ടെ. ഭാരതം ക്രിസ്തു മതത്തിലേക്കോ എന്ന പേരിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ തയ്യാറാക്കിയ വീഡിയോയുടെ മറുപടിയായി ഞാൻ തയ്യാറാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ആ വീഡിയോ കണ്ട് എന്നോട് അനേക സുഹൃത്തുക്കൾ ചോദിച്ച സംശയങ്ങൾക്ക് മറുപടി പറയുവാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ആ വീഡിയോ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉളവാക്കിയത്. യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും അനേകർ എന്നോട് ആ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. ആ വീഡിയോ കണ്ട് എന്നെ അഭിനന്ദിച്ചവരുണ്ട്. അഭിനന്ദനങ്ങൾക്ക് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ന്യായമായ സംശയങ്ങൾ ചോദിച്ചവരുണ്ട്. കഴിയുന്നതും ആ സംശയങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ ചില സംശയങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ മാത്രമേ എനിക്ക് മറുപടി കൊടുക്കുവാൻ കഴിയൂ എന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അല്പം മോശമായ ഭാഷ ഉപയോഗിച്ച് എന്നോട് പ്രതികരിച്ചവരുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, ഡോക്ടർ ഗോപാലകൃഷ്ണനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളും എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ സത്യമെന്ന് വിശ്വസിക്കുന്ന, ഉറച്ചു വിശ്വസിക്കുന്ന എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളെ തെറ്റായ രീതിയിൽ അദ്ദേഹം പരാമർശിച്ചപ്പോൾ അതിന് മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ മതത്തെയോ കരിവാരി തേച്ച് കാണിക്കുവാൻ വേണ്ടിയല്ല ഞാൻ ആ വീഡിയോ തയ്യാറാക്കിയത്. എനിക്കതിന് താല്പര്യമില്ല, എനിക്കതിന് സമയവുമില്ല. ന്യായമായ സംശയങ്ങൾ എന്നോട് ചോദിച്ചവർ തീർച്ചയായും ഈ സത്യം അറിയണമെന്ന് ആഗ്രഹിച്ചവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എന്നോട് ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ പലതും ഡോക്ടർ ഗോപാലകൃഷ്ണൻ തൻ്റെ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നെനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിനർത്ഥം ഡോക്ടർ ഗോപാലകൃഷ്ണന് അനേകരെ ബൈബിളിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ദുഃഖകരമായൊരു സത്യം എന്ന് ഞാൻ പറയട്ടെ. അതുപോലെ തന്നെ പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയാത്തതെന്ന്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം തന്നെ അത് പറഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുവാൻ എനിക്ക് താല്പര്യമില്ല. അതുതന്നെയാണ് അതിന് ഉത്തരം. കാരണം എനിക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് അതല്ല. എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് അതങ്ങനെ ചോദിച്ചതുകൊണ്ട് ആ വിഷയങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറയുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി മതം മാറ്റം എന്നുള്ളതായിരുന്നല്ലോ ആ വീഡിയോയിലെ പ്രധാന വിഷയം ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചത്. മതം മാറ്റം എന്ന വിഷയം എനിക്ക് താല്പര്യമില്ലാത്ത കാരണം ഞാൻ വിശ്വസിക്കുന്നത് മതം മാറിയതുകൊണ്ട് മനുഷ്യന് ഒരു പ്രയോജനവുമില്ലെന്നാണ്. ഇന്ന് ലോകത്ത് ഏകദേശം 20ഓളം പ്രധാന മതങ്ങളും ഏകദേശം 10,000-ഓളം ചെറുമതങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഏതാണ് ഇതിൽ ശരിയായ മതം? ഉത്തരം, ഒരു മതവും ശരിയല്ല എന്നുള്ളതാണ്. കാരണം മതമുണ്ടാക്കിയത് ദൈവമല്ല, മനുഷ്യരാണ്. ഇത് മനുഷ്യർ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിന് മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലോട്ട് മാറിയതുകൊണ്ട് മനുഷ്യനൊരു പ്രയോജനവും കിട്ടുന്നില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുള്ളത് പോലെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന രുദ്രാക്ഷമാല മാറ്റി പകരം കുരിശുമാല അണിഞ്ഞതുകൊണ്ട് ഒരു മനുഷ്യന് ഒരു പ്രയോജനം കിട്ടുവാൻ പോകുന്നില്ല. എന്നാൽ മനുഷ്യൻ ചെയ്യേണ്ടത് മതം മാറുകയല്ല, മനുഷ്യൻ സ്വയം മാറുകയാണ്. ഒരു മനംമാറ്റമാണ് മനുഷ്യനുണ്ടാകേണ്ടത്. എന്താണ് ആ മനംമാറ്റം? ആദ്യം മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് തനിക്കൊരു സൃഷ്ടാവുണ്ടെന്നുള്ളതാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കണം. ആ ദൈവത്തെ അറിയാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അധർമ്മത്തിൻ്റെ വഴികളിൽ നിന്ന് വിട്ട് ധർമ്മത്തിൻ്റെ വഴികൾ നടക്കണം. മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമി കൊണ്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല.
അതിനപ്പുറത്തേക്ക് മനുഷ്യനൊരു ജീവിതമുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ദൈവിക അംശം, അല്ലെങ്കിൽ ആ ദൈവം പകർന്നു തന്നിട്ടുള്ള അംശം, അല്ലെങ്കിൽ നമ്മൾ ആത്മാവെന്നതിനെ പറയും. ആ ആത്മാവിന് ഒരു നിത്യതയുണ്ട്. ആ ആത്മാവ് നശിച്ചു പോകാതെ അതിനൊരു നിത്യത വരുത്തുവാൻ എങ്ങനെ മനുഷ്യന് കഴിയും എന്നുള്ള മനുഷ്യൻ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ അതിനുവേണ്ടി മനുഷ്യന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള മനുഷ്യൻ മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കാതെ വെറുതെ ഒരു മതം മാറിയതുകൊണ്ട് മനുഷ്യന് രക്ഷ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മതം മാറ്റം എന്ന വിഷയത്തിന് അതെനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. രണ്ടാമതായി ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഭാരതത്തിൻ്റെ 10,000 വർഷം പഴക്കമുള്ള പൈതൃകം. ഞാൻ പറയട്ടെ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളെ ഞാൻ മുഖവിലക്കെടുക്കുകയാണ്. മുഖവിലക്കെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഡോക്ടർ ഗോപാലകൃഷ്ണൻ ആ വിഷയങ്ങളിൽ വളരെ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ മുഖവിലക്കെടുക്കുകയാണ്. ആ വിഷയത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ആ അറിവ് മാത്രമേ എനിക്കുള്ളൂ. അതെനിക്കൊരു താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് അതിൽ കൂടുതൽ പഠിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് കേൾക്കുവാനാണ് എനിക്ക് താല്പര്യം. ഞാനും ഡോക്ടർ ഗോപാലകൃഷ്ണനും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. അദ്ദേഹം ഇന്നലെകളുടെ വക്താവാണ്. ഇന്നലെകളിലൂടെ സഞ്ചരിച്ച് പുറകോട്ട് പോയി അദ്ദേഹം 10,000 വർഷം വരെ പിന്നിട്ട് ചെന്നു. എന്നാൽ ഞാൻ നാളെയുടെ വക്താവാണ്. ഞാൻ എന്നും ചിന്തിച്ചിട്ടുള്ളത് നാളെക്കുറിച്ചാണ്. നാളെ എന്ന് പറയുമ്പോൾ നാളെ എന്ത് തിന്നും, എന്തുടുക്കും എന്നുള്ളതല്ല എൻ്റെ ചിന്ത. ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചാൽ അതിനപ്പുറം ആ നാളെ, അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ആ നാളെ എൻ്റെ ആത്മാവിന് എന്ത് സംഭവിക്കും, അതിനെക്കുറിച്ചാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും അനേകരുടെ സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളതും പല ഗ്രന്ഥങ്ങളും വായിച്ച് നോക്കിയിട്ടുള്ളതുമല്ല. എന്നാൽ അതിനെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായത് ബൈബിളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ആത്മാവിന് നിത്യത ലഭിക്കുവാൻ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നുള്ളതും ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെകളെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ സമയം വൃഥാവാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഖവരൽ അവസാനിപ്പിച്ച് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയട്ടെ. പല സുഹൃത്തുക്കളും എന്നോട് പറയുകയുണ്ടായി, ബൈബിൾ ഒരു കെട്ടുകഥയാണ്, ഇറ്റ്സ് എ കുക്ക്ഡ് അപ്പ് സ്റ്റോറി എന്നാണ് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്. ഞാൻ പറയട്ടെ, അത് ബൈബിളിൻ്റെ കുഴപ്പമല്ല, നിങ്ങൾ ബൈബിളിനെ സമീപിച്ച അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്ത ആ രീതിയുടെ പ്രശ്നമുണ്ടാണ്. ഒരു കയ്യിൽ ബൈബിളും മറുകൈയിൽ ഒരു പേപ്പറും പേനയും എടുത്ത് ബൈബിളിലെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിങ്ങൾ ബൈബിൾ തുറന്നാൽ ബൈബിളിൻ്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ അതിൻ്റെ അവസാന വാക്യം വരെ കോൺട്രഡിക്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ കഴിയൂ. അതിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളൊന്നും നിങ്ങൾക്ക് വെളിപ്പെടുകയില്ല. എന്നാൽ ഈ പുസ്തകത്തിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച് ഒരു സത്യാന്വേഷിയെ പോലെ നിങ്ങൾ ഈ പുസ്തകത്തെ സമീപിച്ചാൽ തീർച്ചയായും ഇതിൽ പറഞ്ഞ സത്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടും. അതിനൊരു സംശയമില്ല. അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ബൈബിൾ. ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു എഴുത്തുകാരൻ എഴുതിയതല്ല ഈ പുസ്തകം. ഏകദേശം 40ഓളം എഴുത്തുകാർ എഴുതിയ പുസ്തകമാണ്. അതൊന്നിച്ച് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കാനണൈസ് ചെയ്ത പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. 1400ഓളം വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പുസ്തകവും അവസാനത്തെ പുസ്തകവും തമ്മിൽ 1400 വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. അടുത്തതായി, ഇത് 3 ഭാഷകളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഹീബ്രു, അരാമിക്, അതുപോലെ തന്നെ കൊയിൻ ഗ്രീക്ക്. ഈ 3 ഭാഷകളിലാണ് എഴുത്തുകാർ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്.
അത് പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്താണ് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും മറ്റ് പല ഭാഷകളിലും ഇന്ന് ലഭ്യമായിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാന വിഷയം, ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ജൂയിഷ് അല്ലെങ്കിൽ ഇസ്രയേലിയരുടെ അവരുടെ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. യഹൂദ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളും എല്ലാം യഹൂദ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടതാണ്. അത് പലപ്പോഴും മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിലൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇനി ഇതിനെല്ലാം ഉപരിയായി ഒരു വലിയ വ്യത്യാസം പുസ്തകത്തിനുണ്ട്. ഇതിനെ നമ്മൾ ഇൻസ്പയർഡ് ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ എഴുത്തുകാർ അവരുടെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതിയതല്ല. ദൈവാത്മാവ് അവരോട് ഇടപെട്ട് കാലാകാലങ്ങളിൽ അവരെ കൊണ്ട് എഴുതിച്ചത് ഒന്നിച്ചു തീർത്തതാണ് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ ആത്യന്തികമായ സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ ദൈവാത്മാവിൻ്റെ ഒരു സഹായം കൂടെ വേണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, തെറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കൊന്നും വെളിപ്പെടുകയില്ല. എന്നാൽ സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച് ഈ പുസ്തകം തുറന്നാൽ നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കും. വലിയ ഡോക്ടറേറ്റും ഡിഗ്രികളും വലിയ പഠിത്തമൊക്കെ ഉള്ളവർ ഈ പുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണ പരത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ വെറും സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്ത ചില വ്യക്തികൾ ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യമെടുത്ത് വലിയ ആഴങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ദൈവാത്മാവിൻ്റെ ആ ഒരു സഹായം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, സത്യം മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നിങ്ങൾ ഈ പുസ്തകം തുറക്കൂ. തീർച്ചയായും ആ സത്യം നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കും. അടുത്തതായി ഏറെ പേരും എന്നോട് ചോദിച്ച ഒരു ചോദ്യം, യഹോവ ക്രൂരനായൊരു വ്യക്തിയല്ലേ? ഡോക്ടർ ഗോപാലകൃഷ്ണൻ തന്നെ തൻ്റെ പല വീഡിയോകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്, പല പുസ്തകങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യായമായും എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടായൊരു സംശയമാണ് യഹോവ ക്രൂരനായൊരു വ്യക്തിയാണ് എന്നുള്ളത്. അതിന് പ്രധാനമായും എല്ലാവരും വായിച്ചിരിക്കുന്ന വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം 23-ന്റെ വാക്യം, 23 അധ്യായം 24 വാക്യം, അതിൻ്റെ 34 അധ്യായം 13 വാക്യം, അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 13 അധ്യായം 9 വാക്യം. ഈ വാക്യങ്ങളിലെല്ലാം എഴുതിയിരിക്കുന്നത് വിഗ്രഹങ്ങളെ നശിപ്പിച്ച് കളയണം, അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരെ കൊന്നുകളയണം. ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ അതിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് പലരും അതിനെ തെറ്റിദ്ധരിച്ച് യഹോവ ക്രൂരനാണ്, എല്ലാവരെയും നശിപ്പിക്കുവാൻ, കൊല്ലുവാൻ പറയുന്നൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വായിച്ച് കേട്ടതെല്ലാം യഥാർത്ഥത്തിൽ യഹോവയുടെ വിധികളാണ്. ആ മനുഷ്യരോട് അല്ലെങ്കിൽ ആ ജാതികളോട് യഹോവ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യഹോവ വിധിച്ചിട്ടുള്ളതാണ് നിങ്ങളവിടെ വായിച്ചു കേട്ടത്. എന്നാൽ വിധിന്യായം ആരും വായിച്ചു നോക്കുവാൻ മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമാവും. 2 വ്യക്തികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നിരിക്കട്ടെ. അവർ തമ്മിൽ വഴക്ക് മൂത്ത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊലപ്പെടുത്തി. പോലീസ് കേസായി, അറസ്റ്റ് നടന്നു, കോടതിയിലെത്തി. വളരെ ശക്തമായ തെളിവുകളാണ് ഈ കൊലയാളിക്കെതിരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒടുവിൽ വിധി വന്നു, കൊലയാളിയെ മരണം വരെ തൂക്കിക്കൊല്ലണം. ഈ വിധിന്യായം ആരെങ്കിലും കയ്യിലെടുത്ത് അതിൽ ആ വിധി മാത്രം ഒന്ന് വായിക്കുകയാണെന്ന് വിചാരിക്കുക, തൂക്കിക്കൊല്ലാനാണോ എഴുതിയിരിക്കുന്നത്? അത് വായിച്ചിട്ട് ഈ ജഡ്ജ് വളരെ ക്രൂരനല്ലേ, എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു, ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊല്ലുവാൻ എന്തിന് വിധി പുറപ്പെടുവിച്ചു എന്നൊക്കെ ചോദിച്ചാൽ ശുദ്ധ മടയത്തരമെന്നല്ലേ അതിന് പറയാൻ കഴിയൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും വായിച്ചിരിക്കുന്നത് വിധിന്യായമാണ്, യഥാർത്ഥ വിധിയാണ് വായിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വിധിന്യായം വായിച്ചു നോക്കുവാൻ ആരും ശ്രമിച്ചിട്ടില്ല. അതെന്താണെന്ന് പരിശോധിച്ചാൽ
ഈ വിധി ന്യായമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. യഹോവ ന്യായമുള്ളവനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് ആ വിഷയങ്ങൾ? അത് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രധാനമായും ഈ വിധി യഹോവ പുറപ്പെടുവിക്കാൻ കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിനോട് യഹോവയായ ദൈവം ചെയ്ത ഉടമ്പടി. രണ്ടാമത്തെ വിഷയം, നാം വായിച്ചു കേട്ട ആ മനുഷ്യരുടെ അല്ലെങ്കിൽ ആ ജാതികളുടെ ദുഷ്ടത നിമിത്തം. ഇതിൽ ആദ്യത്തെ കാരണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇസ്രായേലിനോട് യഹോവയായ ദൈവം ചെയ്ത ഉടമ്പടി. എന്താണ് ഇസ്രായേലും ദൈവവും തമ്മിലുള്ള അങ്ങനെ ഒരു ബന്ധം? അവർ തമ്മിലുള്ള ആ പ്രേമം എന്താണത്? മറ്റു മനുഷ്യരെ സൃഷ്ടിച്ചതുപോലെ തന്നെയല്ലേ ഇസ്രായേൽ ജനതയെയും അല്ലെങ്കിൽ യഹൂദന്മാരെയും ദൈവം സൃഷ്ടിച്ചത്? പിന്നെ അവരോട് മാത്രം എന്താണ് ഒരു ഇത്ര അടുപ്പം? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരല്പം പുറകിലേക്ക് ഇറങ്ങി ചിന്തിക്കണം. യഹോവയായ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. മനുഷ്യർ ഭൂമിയിൽ പെരുകി. മനുഷ്യർ പെരുകിയതിനൊപ്പം തന്നെ പാപവും പെരുകി. അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, മറ്റനേകം ദുർനടപ്പുകൾ, ഇതെല്ലാം ഭൂമിയിൽ പെരുകി മനുഷ്യർ വല്ലാതെ വഷളായി തീർന്നു. ഇതെല്ലാം കണ്ട യഹോവ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ നാം കാണുന്നു: മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവൻ്റെ ഹൃദയത്തിൽ ദുഃഖമായി. മനുഷ്യരെ പോലെ തന്നെ സ്നേഹിക്കുവാനും ദുഃഖിക്കുവാനും അനുതപിക്കുവാനും എല്ലാം കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് യഹോവയ്ക്കുള്ളത്, അല്ലെങ്കിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ദൈവത്തിനുള്ളത്. യഹോവയായ ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് അല്ലെങ്കിൽ അക്രമങ്ങളും പാപങ്ങളും എല്ലാം ചെയ്ത് നാശത്തിലേക്ക് പോകുന്നത് കണ്ട് അവിടെ പറയുന്നു, യഹോവ അവിടെ പറയുന്നു, അവൻ അനുതപിച്ചു, അവൻ്റെ ഹൃദയത്തിൽ അത് ദുഃഖമായി. അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കി പോയല്ലോ അല്ലെങ്കിൽ സൃഷ്ടിച്ചു പോയല്ലോ എന്ന് ദൈവം ചിന്തിച്ചു എന്നാണ് പറയുന്നത്. നാം ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ചില മാതാപിതാക്കളൊക്കെ പറയുന്നത്, ഇങ്ങനൊരു മകൻ ഒരു മകൾ എനിക്ക് ഉണ്ടായിപ്പോയല്ലോ, ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയുന്നത് നാം ചിലപ്പോഴെങ്കിലും കേട്ടിരിക്കാം. അതുപോലെയാണ് യഹോവ ഇവിടെ പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് മൂലം അവന് അനുതാപം തോന്നി. അങ്ങനെ അനുതാപം തോന്നിയ യഹോവ ഈ മനുഷ്യരെ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു പദ്ധതി തയ്യാറാക്കി. അതിനുവേണ്ടി യഹോവ ഒരാളെ ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുത്തു. ആ വ്യക്തിയുടെ പേരാണ് അബ്രഹാം എന്നത്. അബ്രഹാം എന്ന വ്യക്തിയിലൂടെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും അനുഗ്രഹിക്കുവാനുള്ളൊരു പദ്ധതിയാണ് ദൈവം തയ്യാറാക്കിയിരുന്നത്. വാക്യം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നു, ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വലിയൊരു ജാതിയാക്കും, ആ ജാതിയെ അനുഗ്രഹിക്കും, അതിലൂടെ സകല വംശങ്ങളെയും അനുഗ്രഹിക്കും. അപ്പോൾ ഭൂമിയിലുള്ള സകല വംശങ്ങളെയും അനുഗ്രഹിക്കാനുള്ളൊരു പദ്ധതിയുമായിട്ടാണ് അബ്രഹാം എന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ഈ അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. യഹോവയായ ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ഇംഗ്ലീഷിൽ അതിനെ കവനൻ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ കവനൻ്റ്? കവനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ 2 വ്യക്തികൾ തമ്മിൽ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ചെയ്യണമെങ്കിൽ അതിന് ഇന്നത്തെ പോലെ സ്റ്റാമ്പ് പേപ്പറുകളോ മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 വ്യക്തികൾ മുഖാമുഖം നിൽക്കും. അതിനിടയിലായി ഒരു മൃഗത്തെ, ഉദാഹരണത്തിന് ഒരു ആട്ടിൻകുട്ടിയോ ഒരു കാളക്കുട്ടിയോ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം 2 വ്യക്തികളും അവരുടെ ഉടമ്പടി വാക്കുകൾ അവിടെ പറയും. അതിനുശേഷം ആ മൃഗത്തെ 2ആയി മുറിക്കും, പിളർക്കും. പിളർന്നതിന് ശേഷം ഈ ഉടമ്പടി ചെയ്ത വ്യക്തികൾ ആ മുറിച്ചു വച്ചിരിക്കുന്ന ആ മൃഗത്തിനിടയിലൂടെ, അതിൻ്റെ ശരീരത്തിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സഞ്ചരിക്കും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ആ ഉടമ്പടി
ഉറപ്പാക്കി എന്നതാണ് അതിനർത്ഥം. ഇത് പണ്ട് കാലത്ത് നിന്നിരുന്ന ഒരു വ്യവസ്ഥയാണ്. കവനൻ്റ് എന്നാണ് ഇംഗ്ലീഷ് ഇതിനെ പറയുന്നത്. അങ്ങനെ ഒരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ആ ഉടമ്പടിയിൽ നിന്ന് ഈ രണ്ട് വ്യക്തികൾക്കും മാറുവാൻ കഴിയത്തില്ല. ഇനി ആരെങ്കിലും ആ ഉടമ്പടി തെറ്റിച്ചാൽ ആ മൃഗത്തെ പിളർന്നതുപോലെ ആ വ്യക്തിയെയും പിളരണമെന്നുള്ളതാണ് നിയമം. ഇങ്ങനെ യഹോവയായ ദൈവവും അബ്രഹാമും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നീട് 17-ാം അധ്യായം അതിൻ്റെ അതേ അധ്യായത്തിൽ തന്നെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. അത് ബൈബിളിൽ നിന്ന് തന്നെ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനോട്, യഹോവയായ ദൈവം അബ്രഹാമിനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു. ഒത്ത നടുവെ പിളർന്നു. ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. അടുത്തത് 17-ാം വാക്യം മുതൽ, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ ഒരു പുകയുന്ന തീച്ചുള. ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ തേജസ് ആ പിളർന്നു വച്ചിരിക്കുന്ന മൃഗങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അന്ന് യഹോവ അബ്രാമിനോട് നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രൈം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കർമ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, റെഫായ്മ്യർ, അർമോന്യർ, കനാന്യർ, ഗിഗർശ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 നദികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രൈം നദി തുടങ്ങി. മിസ്രൈം നദി എന്ന് പറയുന്നത് നൈൽ നദിയാണ്. ഫ്രാത്ത് നദിയായ മഹാനദി, ഫ്രാത്ത് എന്ന് പറയുന്നത് യൂഫ്രട്ടീസ്, ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദി വരെ ഉള്ള സ്ഥലത്തെ അല്ലെങ്കിൽ ആ ദേശത്തെ നിനക്ക് തരും. ആ ദേശങ്ങൾ പാർക്കുന്ന അവിടെ താമസിച്ചിരുന്ന ജാതികളുടെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ജാതികളുടെ സ്ഥലം നിനക്ക് ഞാൻ തരും, നിൻ്റെ തലമുറയ്ക്ക് തരും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് യഹോവയായ ദൈവവും അബ്രഹാമും തമ്മിൽ ചെയ്ത നിയമമെന്ന് പറയുന്നത്. ഈ നിയമം നിവർത്തിക്കുവാൻ വേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള ജാതികളെ അവിടെ നിന്ന് മാറ്റി അവരുടെ പ്രതിഷ്ഠകളെല്ലാം തകർത്ത് അവരുടെ വിഗ്രഹങ്ങളെല്ലാം തകർത്ത് അവരെ കൊന്നാണ് ആ സ്ഥലം അബ്രഹാമിനും അവൻ്റെ സന്തതികൾക്കും യഹോവ കൊടുത്തത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം ഉയർന്നിരിക്കാം. ഇന്നസെൻ്റായിട്ടുള്ള പാവം ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടാണോ, അവരെ നശിപ്പിച്ചിട്ടാണോ ഈ നിയമപ്രകാരം അബ്രഹാമിനും അവൻ്റെ സന്തതികൾക്കും ആ സ്ഥലം യഹോവ കൊടുക്കേണ്ടത്? അത് ന്യായമാണോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായും നിങ്ങൾ ചോദിച്ചേക്കും. എന്നാൽ ഞാൻ പറയട്ടെ, അതാണ് രണ്ടാമത്തെ കാരണം. അതിനുത്തരമാണ് രണ്ടാമത്തെ കാരണം. ഈ സ്ഥലത്ത് ജീവിച്ചിരുന്ന നാം ഇപ്പോൾ വായിച്ചു കേട്ട മനുഷ്യരുടെ ദുഷ്ടത നിമിത്തമാണ് അവരെ നശിപ്പിച്ചതെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. നാം വായിച്ചു കേട്ട ആ ജാതികളെന്ന് പറയുന്നത് ദുഷ്ടതയുടെ ആൾരൂപങ്ങളായിരുന്നു. യഹോവയായ ദൈവം നീതിയുള്ള ദൈവമാണ്, മുഖപക്ഷം നോക്കാത്ത ദൈവമാണ്, പാപത്തെ ദുഷ്ടതയെ വെറുക്കുന്ന ദൈവമാണ്. യഹോവയായ ദൈവത്തിന് മുമ്പിൽ പാപത്തിന് അല്ലെങ്കിൽ ദുഷ്ടതയ്ക്ക് ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ, മരണം. പാപം ചെയ്തവനെല്ലാം മരിക്കണമെന്നുള്ളതാണ് യഹോവയുടെ നിയമം. ആ നിയമപ്രകാരം ദുഷ്ടതയുടെ ആൾരൂപങ്ങളായിരുന്ന ഈ മനുഷ്യരെ യഹോവ കൊല്ലുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇനി അത് ഏതു ഭാഗത്താണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നു, അവരുടെ ദുഷ്ടത നിമിത്തം അത്രേ യഹോവ അവരെ നിൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. അത് ഇസ്രായേലിയോട് പറയുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്ഥലം
ഞാൻ തരുന്നത്, ഈ ജാതികളെല്ലാം ഇവിടുന്ന് കൊന്ന് മാറ്റി ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ കഴിവുകൾ കൊണ്ടോ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടോ ഒന്നുമല്ല. ഈ ജനങ്ങളുടെ ദുഷ്ടത കൊണ്ടാണ് ഞാൻ അവരെ മാറ്റി ഈ സ്ഥലം നിങ്ങൾക്ക് തരുന്നത്. ഇനി എത്രത്തോളം ദുഷ്ടതയുള്ളതായിരുന്നു ഈ മനുഷ്യരെന്ന് ഒരു വാക്യം കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും. ആവർത്തന പുസ്തകം തന്നെ 12-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്ത് തങ്ങളുടെ പുത്രിപുത്രന്മാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ. എന്ന് പറഞ്ഞാൽ നാം ഈ വായിച്ചു കേട്ട ജാതികൾ സ്വന്തം പുത്രിപുത്രന്മാരെ അഗ്നിയിലേക്ക് എറിഞ്ഞുകൊടുത്ത് ദേവനെ പ്രീതിപ്പെടുത്തുന്ന വ്യക്തികളായിരുന്നു. യഹോവയായ ദൈവത്തിന് ഒരിക്കലും സഹിക്കുവാൻ കഴിയാത്ത ഒന്നായിരുന്നു അത്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അവൻ പെറ്റുപെരുകി ഈ ഭൂമിയെ അടക്കി വാഴുവാൻ വേണ്ടിയാണ്. എന്നാൽ സ്വന്തം പുത്രിപുത്രന്മാരെ പോലും തീയിലേക്കെറിഞ്ഞ് കൊല്ലുന്ന ഒരു കൂട്ടം മനുഷ്യരായിരുന്നു ആ ഭാഗങ്ങൾ താമസിച്ച അല്ലെങ്കിൽ നാം വായിച്ചു കേട്ട ഈ വ്യക്തികളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് യഹോവയുടെ ക്രോധം അവരുടെ നേരെ തിരിഞ്ഞത്. അതുകൊണ്ടാണ് അവരുടെ പ്രതിഷ്ഠകളെ വെട്ടി നശിപ്പിച്ചത്. അതുകൊണ്ടാണ് അവരെ കൊന്നുകളയുവാൻ യഹോവ ഉത്തരവിട്ടത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, വിധി മാത്രമാണ് നിങ്ങൾ വായിച്ചത്. യഥാർത്ഥത്തിൽ ആ വിധി യഹോവ പുറപ്പെടുവിക്കാനുള്ള കാരണം ഈ 2 വിഷയങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് യഹോവ ചെയ്തത് തീർച്ചയായും യഹോവയുടെ കണ്ണിൽ ന്യായമായൊരു കാര്യമാണ്. ദുഷ്ടതയെ വെറുക്കുന്ന, മുഖപക്ഷം നോക്കാത്ത ദൈവമാണ് യഹോവയായ ദൈവം. ഇനി യഹോവ നിയമം ചെയ്ത ഈ ഇസ്രായേലിയരോട് തന്നെ യഹോവ വളരെ ക്രൂരമായി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. അവരെ നിയമം ചെയ്തു, അവരെ സ്നേഹിച്ചു, അവർക്ക് സ്ഥലം കൊടുത്തു ഒക്കെ ആണെങ്കിൽ പോലും അവർ തെറ്റ് ചെയ്തപ്പോൾ, അവർ ദുഷ്ടത പ്രവർത്തിച്ചപ്പോൾ അവരെ ശിക്ഷിച്ചത് വെറുതെയല്ല, നല്ലവണ്ണം ശിക്ഷിച്ചത് ബൈബിൾ പല ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് യഹോവയായ ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. ആരോടും മുഖപക്ഷം കാണിക്കുകയില്ല. ദുഷ്ടത ചെയ്താൽ, തെറ്റ് ചെയ്താൽ തീർച്ചയായും യഹോവയായ ദൈവം അതിന് തക്ക വിധി പുറപ്പെടുവിക്കും. അത് കാലാകാലങ്ങളിൽ യഹോവ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇത് കേട്ട് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന ദുഷ്ടതയൊക്കെ കണ്ടിട്ട് യഹോവ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? യഹോവ കണ്ണടച്ചിരിക്കുകയാണോ? അല്ലെങ്കിൽ യഹോവയുടെ ശക്തി നഷ്ടപ്പെട്ടു പോയോ? അതിനുത്തരവും ബൈബിൾ തന്നെയുണ്ട്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ 2 പത്രോസ് 3-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു: യഹോവ ദീർഘക്ഷമ കാണിക്കുകയാണ്. ഈ തെറ്റും ദുഷ്ടതയെല്ലാം കണ്ടിട്ട് യഹോവ ദീർഘക്ഷമ കാണിക്കുന്നു. എന്തിനാ ദീർഘക്ഷമ കാണിക്കുന്നറിയാവോ? എങ്ങനെങ്കിലും മനുഷ്യൻ തിരിഞ്ഞു വരുന്നെങ്കിൽ, അവൻ്റെ ദുഷ്ടത അവസാനിപ്പിച്ച് അവൻ നല്ല വഴികളിലേക്ക് തിരിഞ്ഞു വരുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതി സമയം നീട്ടിക്കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ സത്യസുവിശേഷം ഭൂമിയിലൊക്കെയും പോയി പറയുവാൻ തക്കവണ്ണം മനുഷ്യരോട് ദൈവം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം ഭൂമി മുഴുവൻ പോയി പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ സാക്ഷികളാകുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ആരും പറയരുത് ഞാനിങ്ങനൊരു ദൈവത്തെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു ശിക്ഷ എനിക്കുണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആരും തെറ്റിമാറരുത്. അതുകൊണ്ടാണ് യഹോവയായ ദൈവം തിരിച്ചു വരുവാൻ വേണ്ടി ഒരവസരം കൊടുക്കുന്നത്. കാലാകാലങ്ങളിൽ എവിടെല്ലാം യഹോവ ന്യായവിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തിരിച്ചു വരുവാനുള്ളൊരവസരം കൊടുത്തതിന് ശേഷമാണ് വിധി നടത്തിയിട്ടുള്ളത്. ബൈബിൾ തന്നെ
യോനയുടെ പുസ്തകം നാം വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും, നിനവെ എന്ന പട്ടണം നശിപ്പിക്കുവാൻ അവരുടെ ദുഷ്ടത നിമിത്തം യഹോവ തീരുമാനിച്ചു. എന്നാൽ ജോന എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ആ സ്ഥലത്തേക്ക് അയച്ച് ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും നിങ്ങൾക്ക് ന്യായവിധി വരുന്നു എന്ന് പ്രസംഗിക്കുവാനും ആ വ്യക്തിയെ ദൈവം അവിടേക്ക് അയച്ചു. അദ്ദേഹം ചെന്നവിടെ പ്രസംഗിച്ചത് തീർച്ചയായും ആ ജനങ്ങൾ ഏറ്റെടുത്തു. അവരെ തെറ്റുകളും പാപങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ യഹോവയ്ക്ക് അവരോട് അനുതാപം തോന്നി അവരെ ശിക്ഷിച്ചില്ല എന്ന് നാം ആ പുസ്തകത്തിൽ വായിക്കുന്നു. അപ്പോൾ ഇന്ന് നാം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് യഹോവയെ ദൈവം പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം ദീർഘക്ഷമ കാണിക്കുന്നതുകൊണ്ടാണ് എന്ന് വിചാരിച്ച് എന്നും ആ ദീർഘക്ഷമ യഹോവയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. നാം നേരത്തെ വായിച്ച വാക്യത്തിൽ നിന്ന് പറയുന്നു, ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഇനിയും ഈ ഭൂമി നശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു തീയിലൂടെയാണ് നശിക്കുന്നതെന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ തിരിഞ്ഞു വരേണ്ട, യഥാർത്ഥ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ട സമയം ഏറ്റവും അടുത്തിരിക്കുകയാണെന്നുള്ളതാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയും എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, ആരോടും വാദിക്കുവാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനെനിക്ക് താല്പര്യമില്ല. എന്നാൽ തീർച്ചയായും സത്യങ്ങൾ മനസ്സിലാക്കണം. വളരെ ദുഷ്പ്രചരണങ്ങൾ ബൈബിളിനെക്കുറിച്ചും ബൈബിൾ പറഞ്ഞിരിക്കുന്ന ദൈവത്തെക്കുറിച്ചും ഇന്ന് ലോകമെമ്പാടും പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് പ്രധാന കാരണം ഞാൻ മുൻപേ പറഞ്ഞത് അവരെങ്ങനെ ബൈബിളിനെ സമീപിച്ചു എന്നതുകൊണ്ടാണ്. ഈ കാര്യങ്ങൾ, ഈ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്കിത് സത്യമെന്ന് തോന്നിയാൽ നിങ്ങൾക്കിത് ഏറ്റെടുക്കാം, അല്ല എങ്കിൽ നിങ്ങൾക്കിത് വിട്ടുകളയാം. അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു.